ഹലോ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് ജോമോൻ. ഞാൻ പുതിയൊരു സാധനം കണ്ടു, കിട്ടി, ട്രൈ ചെയ്തു. അതുകൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കിയത് അത്രയ്ക്കും മനക്കട്ടിയും എന്താ പറയുക ധൈര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, ഭൂത് ജൊലോക്യ. അതായത് നമ്മുടെ ജോളോ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ചില്ലിയുടെ പിക്കിളാണിത്. ആ സെയിം ചില്ലി പേസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന്, ആസാമിൽ നിന്ന് ഡയറക്റ്റ്, അതായത് അവരുടെ ഫാമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് ഒരു സപ്ലയർ എനിക്ക് അയച്ചെന്ന ബ്രാൻഡാണിത്. ഫ്ലവർ എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കിട്ടും, Amazon.in നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഞാൻ എൻ്റെ വില മറന്നുപോയി. ഐ തിങ്ക് 240 പെർ ബോട്ടിലാണെന്ന് തോന്നുന്നു. ഇത് അവരുടെ ചില്ലി ഫ്ലേക്സ് ആണ്. ആൻഡ് ദിസ് ഇസ് എ ചില്ലി പൗഡർ. അതിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, ഭൂത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തു. ദ സ്പൈസിയസ്റ്റ് ഫുഡ് ഐ എവർ ട്രൈഡ് ഇൻ മൈ ലൈഫ്. അതാണ് ഞാനൊരു ചെറിയ ചിക്കൻ ടിക്കയാണ് ഉണ്ടാക്കുന്നത്, ഗ്രിൽ ചിക്കൻ. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വെരി സിമ്പിൾ റെസിപ്പി, വെരി സിമ്പിൾ മസാല. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ചിക്കൻ ഞാൻ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ചിക്കനാണ്. സോ ഈസി ടു കുക്ക്. വളരെ തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സ്ലൈസ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ പോയി നോക്കിയാൽ ഞാൻ എങ്ങനെ ചിക്കൻ പ്രോസസ്സ് ചെയ്യാമെന്ന് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല യോഗട്ട് നോർമലി ഗ്രില്ല് ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഇടുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു ഗുഡ് എമൗണ്ട് ഓഫ് യോഗട്ട് ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട് ടു റെഡ്യൂസ് ദ ഹീറ്റ് ഓഫ് ദ ചില്ലി. ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ, ഒരു ലെമൺ രണ്ടായിട്ട് മുറിച്ചതാണ്, ആൻഡ് സോൾട്ട്. നോട്ട് യൂസിങ് എനി അതർ തിങ്സ് other than this chili paste. ഇത് പിക്കിളാണ്. ഞാൻ നല്ല കാന്താരി, നല്ല ഉണ്ട കാന്താരി മുളക് ഉടച്ച് കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഉടയ്ക്കുന്ന ഒരു മണമില്ലേ, അത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. ആ മണമാണ് ഇത് തുറക്കുമ്പോൾ അങ്ങോട്ട് കിട്ടുക. പക്ഷേ ഇതിൻ്റെ ഹീറ്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഓ മൈ ഗോഡ്. ഞാനൊരു ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ട് ഐ ലിറ്ററലി ഡ്രാങ്ക് ഹാഫ് എ ലിറ്റർ ഓഫ് യോഗട്ട്. ഇറ്റ് വാസ് ദാറ്റ് സ്പൈസി ആൻഡ് ഐ കുഡന്റ് ഹോൾഡ് ഇറ്റ്. വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കരുത് പ്ലീസ്. ആൻഡ് ഡോണ്ട് ട്രൈ എനി വൺ ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഗ്രേറ്റ് പാലറ്റ് സ്ട്രെങ്ത്. അപ്പോൾ നമുക്കിതൊന്നും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് hardly 2 tablespoons of oil and some salt to it. I'm using pink salt. It's giving more flavors and taste for the chicken. And obviously some lemon juice. I'm adding a bit more of, I'm squeezing the whole lemon into it. I know the chili paste what I'm going to use doesn't have any other flavor than chili or the heat. So I'm trying to use mostly that's whole one squeeze. It's a good amount of lemon what we had, and having a spoon of ginger garlic paste. Give a good thorough mix. At this point, okay, I've got 2 of them. One is Bocholakia pickle. I'm not using the pickle at this point. I'm using chili paste. Look at this. It's from the brand called Flower. Just opening it. Look at that. I can still feel the flavors. I never used a spoon for the marination, so this is the first time I may be using a spoon for the marination. This is too much, I hope. But I'm still a really good tablespoon of chili. I don't want to use any more, and I'm not using any chili powder either. It's given its color. Oh my god. And I'm going to add some yogurt to the same mixture. These are thick yogurts. I have added yogurt only because to cut down the heat of this chili. Let's see. You can even marinate the chicken before. This is very thin sliced chicken, as you can see,
from the chicken breast, so it's very easy to cook. That is the main thing what I'm also looking for. And if you want to know how you can cut this chicken, you can just refer to my YouTube prior videos where I've shown how easily you can slice or process the whole chicken. I'm not using much of it. I don't think I'm going to eat this full. I'm pretty sure my wife will not try this, and I can't give to my kids. It will be always nice to keep this in fridge for at least 2 hours to get all the marinades suck into the chicken. But I'm using it straight away. So using it over here. I don't even want to taste the salt. I'm pretty sure it has got enough salt. Let's see the cooking. My pan is really heated. I'm just pouring some oil onto the pan. We can carefully place the chicken on the grill pan and make sure you turn them after a couple of minutes. These are the chilies what I have used. Look at that color. It's very crispy outside and very juicy inside. I can feel the flavors of the heat. And I'm just pouring back the juice what the chicken has extracted. Our chicken is ready, and now we'll do food plating with the same chicken. I'm using curry leaves oil for plating. I'm just drizzling down some on the plate, and I'm using some of the cress on the sides. Here we go. This is called rock chives. This is a micro cress which has got a very mild garlic flavor. With the use of a scissors, I'm just cutting some of them, and you can carefully place it on a corner of a plate. And I'll be using goa cress, something which is very citrus and mild coriander flavor. And I'll be using sakura cress, which is basically black radish cress. And I'll be carefully placing those chicken which I have grilled, and some more cress on the top. Now it's a time for tasting what I have done. This is the chicken what we made. Yeah, I didn't want to ruin it, so I'm trying to have it the same thing. I just tried it, but exactly sure how does it feel. Chicken is perfectly cooked. You can feel it. It's very juicy. നമുക്ക് ചില്ലയുടെ ഫ്ലേവർ മുഴുവൻ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആ സ്പൈസി കിട്ടുള്ളൂ. വൺസ് ചില്ലിയുടെ ആ ഫ്ലേവർ മുഴുവൻ വായിക്കകത്തിലൊന്ന് ഓടി നടന്നതിന് ശേഷം we start heating it up. Chicken is really perfectly cooked. That is one of the main reason I have done a very thin slice of chicken breast. We can feel the flavors of whole chilies in your mouth. It is spicy. It is spicy. Only the brave people should try this. Oh my god. Once you consume it, you will feel the heat inside your mouth. And then I'll have some yogurt.
The flavor is so nice, but the spice, if the people love the spice, you should try it once. I will get the description in my, I will get the links in my description where to get it, on how you can purchase this. All the way from Assam. Actually, it's been derived in Bhutan, then the Nagaland tribes. It's carried forward from Bhutan to Nagaland tribes. I'm on the way. The heat doesn't allow me to speak. Actually, you know what? Those tribe people, they used this chili to ward off elephants. They used to come and destroy their farmings. Oh my god, I don't want to talk anything more. Have a look. It's called Flower Brand. Thank you for watching. Chef Jomon here.